ഇരിങ്ങാലക്കുട പുറത്തിശ്ശേരിയിൽ കാറ്റിൽ കനത്ത നാശനഷ്ടം. പുലർച്ചെ 2:30-ഓടെയാണ് കാറ്റ് വീശിയത്. നിരവധി മരങ്ങൾ കടപുഴകി വീണു. വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഒരു പ്രതികരണമുണ്ട് അതിലേക്ക്. നമ്മുടെ വാർഡില് പുറത്തിശ്ശേരി തച്ചപ്പള്ളി റോഡില് ഒരു 3 വീട്ടിലായിട്ട് ഗംഭീര മഴയുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. കാറ്റില് വീടിന്റെ ഷീറ്റ് താഴേക്ക് വീണു. വാട്ടർ ടാങ്ക് പൊളിഞ്ഞു. പിന്നെ ആ വീട്ടിൽ തന്നെ ഒരുപാട് മരങ്ങൾ നശിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ വീടായാലും ഇപ്പോൾ മണപ്പെട്ടി പ്രേംസന്റെ വീട്, അവരുടെ വീട്ടിലിപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് മരം വീഴുകയും ചെയ്തു. മരം വീണ് കിച്ചൺ പോയി, ഹോളും അതെ മൊത്തം പോയി. വെള്ളം ഇപ്പോൾ ഉള്ളിലാണ്. പിന്നെ വരുന്നത് കോട്ടയില് മുരളീച്ചേട്ടൻ്റെ വീട്ടിൽ, അവിടെ അതെ ഷീറ്റുമ്മയ്ക്ക് മൊത്തം വീണിട്ടുണ്ട്. 2 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഉറക്ക, ഭയങ്കര ശബ്ദത്തോടുള്ള കാറ്റും മഴ ഇല്ല. അപ്പോൾ കാറ്റ് വന്ന് ഭയങ്കര ഒച്ചയും ഇതും. ഞാൻ എന്നിട്ട് എല്ലാം കൂടി ഇടിഞ്ഞു. എന്നിട്ട് മരം വീണിട്ടാണെന്ന് അറിയില്ലേ. പിന്നെ നേരം വെളുത്ത് വൈകുന്നേരം തന്നെ ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോൾ മരം വീണ്. പിന്നെ കറണ്ട് സർവീസ് വയർ പൊട്ടി അപ്പുറത്തെ വീട്ടിലെ മാവണത്. അത് ഒരു 2-3 കൊല്ലമായിട്ട് പറയുന്നത് അവരോട്. മുനിസിപ്പാലിറ്റി കംപ്ലൈൻ്റ് കൊടുത്തുള്ള 5 വീട്ടുകാർ അവർ മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് തെങ്ങുണ്ട്. ഇനി വരണം, ഒരു തെങ്ങ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിപ്പോൾ അത് മുറിക്ക് വീണാൽ കമ്പി പൊട്ടി. അത് മുറിക്കാൻ അതും ഇനി എന്നാണ് വീണെന്ന് പറയാൻ പറ്റില്ല. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, സംസ്ഥാനത്ത് പരക്കെ പെയ്യുന്ന മഴയിൽ കാറ്റിൽ പലയിടത്തു നിന്നും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇരിങ്ങാലക്കുട മേഖലയിൽ എവിടെയൊക്കെയാണ് നാശനഷ്ടം? ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരി പുറത്തൂർച്ചിറ ക്ഷേത്രത്തിന് സമീപമാണ് ഇന്ന് പുലർച്ചെ മിന്നൽ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ മിന്നൽ ചുഴലിക്കാറ്റ് ഉണ്ടായത്. പുലർച്ചെ ഏതാണ്ടൊരു 2:30 മണിയോട് കൂടിയായിരുന്നു കാറ്റ് ഉണ്ടായത്. കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒട്ടേറെ മരങ്ങൾ കടപുഴകി വീണു. വീടുകൾക്ക് മുകളിലെ ട്രസ് വർക്ക് 2-3 ട്രസ് വർക്കുകൾ പറന്നു പോയിട്ടുണ്ട്. മാത്രമല്ല ജലസംഭരണികൾ തകർന്നിട്ടുണ്ട്. വീടിനോട് ചേർന്ന് നിന്നിരുന്ന മരങ്ങൾ പലതും ഒടിഞ്ഞു വീണത് വീടുകൾക്ക് മുകളിലാണ്. അങ്ങനെ അടുക്കള ഭാഗത്തിനും ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തിനും, അതായത് പൊതുവിൽ വീടിൻ്റെ മേൽക്കൂരയുടെ പല ഭാഗങ്ങളും മരങ്ങളിലെ ചില്ലകൾ വീണ് തകർന്നിട്ടുണ്ട്. മാത്രമല്ല ചില മരങ്ങളിലെ ചില്ലകൾ കുറച്ച് ദൂരേക്ക് മാറിയാണ് ഒടിഞ്ഞു വീണ് കിടക്കുന്നത്. അത്ര ശക്തമായ കാറ്റായിരുന്നു. വളരെ കുറച്ചു സമയം മാത്രമാണ് ഈ കാറ്റ് നീണ്ടു നിന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ അതിശക്തമായ കാറ്റായിരുന്നു. രാത്രി പുലർച്ചെ 2:30 മണിയായിരുന്നത് കൊണ്ട് തന്നെ ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരുന്നു. എന്തായിരുന്നാലും വലിയ അപകടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ഈ പറഞ്ഞതുപോലെ ജലസംഭരണികൾ, ട്രസ് വർക്കുകൾ ഇവയ്ക്കൊക്കെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പലരുടെയും വീടിൻ്റെ മേൽക്കൂരയ്ക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പ്രദീപ് ജോസഫാണ് മഴക്കെടുതി സംബന്ധിച്ച് ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.